ഗസ് ഒബ്ജക്റ്റ് ചലഞ്ച്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഗസ് ഒബ്ജക്റ്റ് ചലഞ്ച് ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് അത് ഫുഡായിരിക്കാം, അതല്ല ഫുഡ് അല്ലാത്തതും ഒബ്ജക്റ്റ് ഉണ്ടാവും. എന്തായാലും അത് നമ്മൾ ഒരാൾ അതിനെ കുറിച്ച് കുറച്ച് ക്ലൂസ് കൊടുക്കും. അപ്പോൾ ആ ആൾ മറ്റേ ആൾ ഗസ് ചെയ്തിട്ട് സാധനം എന്താണെന്ന് പറയാം. എന്നിട്ട് ആർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടുക നോക്കാം. അവർ ജയിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, നേരെ ഗെയിമിലേക്ക് പോവാം. ഓക്കെ. അപ്പം ഫസ്റ്റ് സാധനം കാണിക്കാം. ഓക്കെ, ആരാ ചെയ്യാൻ കാണിക്കുന്നത്? ഇല്ല, കാണിച്ചോ. അപ്പം നമ്മുടെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് ഐറ്റം ഇത് ലേഡീസ് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഉപയോഗിക്കുന്ന സാധനമാണോ? ആ, ലേഡീസ് ഉപയോഗിക്കുന്ന സാധനമാണ്. എന്തെങ്കിലും ആഭരണം അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല അല്ല, ആഭരണം അല്ല. ഇത് പല ടൈപ്പ് ആൾക്കാരാണ്. എല്ലാവരും ഒന്നും ഉപയോഗിക്കില്ല. ചില ആൾക്കാർ ഇത് ഉപയോഗിക്കും, നല്ലോണം ഉപയോഗിക്കും. ചില ആൾക്കാർ തീരെ ഉപയോഗിക്കില്ല. എന്നുവെച്ചാൽ പെൺകുട്ടികൾ ചില ആൾക്കാർ യൂസ് ചെയ്യും. ചില ആൾക്കാർ യൂസ് ചെയ്യും, ചില ആൾക്കാർ യൂസ് ചെയ്യില്ല. വേറൊരു ക്ലൂ തരാമോ? അതായത് പല കളർ ഉണ്ടാവും. അടുത്തത് അതൊന്ന് താഴെ ഇടാവോ? നെയിൽ പോളിഷ് ആണോ? അപ്പം ദേശീയ ഒരു മാർക്ക് കിട്ടി കേട്ടോ. ഇനി സെക്കൻഡ് റൗണ്ട്. അപ്പം എൻ്റെ സാധനം വന്നിട്ട് ഇതാണ്. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം കഴിക്കുന്ന ഒരു സാധനമാണ്. ഓ, ഇത് പച്ചക്കല്ല കഴിക്കുന്നത്, നമ്മൾ വേവിച്ചാണ് കഴിക്കുന്നത്. ഫ്രൂട്ടാണോ വെജിറ്റബിൾ ആണോ? ഇതൊരു വെജിറ്റബിൾ ആണ്. ഒന്ന് താഴെ വിട്. അടുത്ത ക്ലൂ. ഇത് ഒരു കാർബോ ഉള്ളൊരു ഫുഡാണ്. നമ്മളെ ചോറിന് പകരമൊക്കെ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ബംഗാളികൾ ഒരുപാട് കറികളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വെജിറ്റബിളാണ്. പൊട്ടറ്റോ ആണോ? കറക്റ്റ്. തേർഡ് റൗണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഒരു നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന സാധനം. യൂസ് ചെയ്യും. നമുക്കിപ്പോൾ കുക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു സാധനം വേണം. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കട്ട് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഉള്ള സാധനം? കട്ടിങ്ങിനല്ല. ക്ലീനിങ് അല്ല. അടുത്ത ക്ലൂ. ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട സാധനം. ലൈറ്റർ. അപ്പോൾ എൻ്റെ കുറച്ച് താത്തി പിടിച്ചോ. എൻ്റെ ഒബ്ജക്റ്റ് ഇതാണ്. എൻ്റെ ഒബ്ജക്റ്റ് ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ്. ഇത് കൂടുതലും കുട്ടികളാണ്. ടോയ്സ് ആണ്. അപ്പോൾ ടോയ്സ് ആണ്. സോഫ്റ്റ് ടോയ് ആണോ? സോഫ്റ്റ് ടോയ് ആണ്. പക്ഷേ എന്താണെന്നാണ് പറയേണ്ടത്. ഒരു ക്ലൂ തരാം. ഡോഗാണോ? ഈ ഇവിടെ അല്ലേ ഡോള്? ഡോഗ്. കറക്റ്റ്. അപ്പോൾ ഇനി ഇത് സെക്കൻഡ് റൗണ്ടാണ്. സെക്കൻഡ് റൗണ്ട് ആകുമ്പോഴത്തേക്കും നമ്മളിനി എത്ര ക്ലൂ കൊടുക്കുമ്പോഴാണ് പറയുന്നത് നോക്കിയിട്ടാണ് എത്ര കുറവ് ക്ലൂവിൽ പറയുന്നത് നോക്കാം. ആരാണ് അങ്ങനെ പെട്ടെന്ന് ആളിലാണ് പോയിന്റ് കിട്ടുക. അങ്ങനെ നോക്കാം. അപ്പം നമുക്ക് സെക്കൻഡ് റൗണ്ട്. ക്ലൂ പറ. ഇത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന സാധനമാണ്. നെക്സ്റ്റ് ക്ലൂ. ഫുഡ് ഐറ്റം അല്ല. നെക്സ്റ്റ് ക്ലൂ. ഇത് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ പറയുക, എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ഇത് കൂടുതലും വീടുകളിൽ കുട്ടികളാണിത് കയ്യിൽ വെക്കുക. ഫുഡ് ഐറ്റം അല്ല. പിന്നെന്താ പറയുക? വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. എല്ലാ വീട്ടിലും കാണുന്നൊരു സാധനമാണ്.
ഇനി ഞാനൊരു ക്ലൂ പറഞ്ഞാൽ അതെന്തായാലും നിങ്ങൾ പറയും. ഫുഡ് ഐറ്റം അല്ല, ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. കുട്ടികൾക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. കുട്ടികളാണ് കൂടുതൽ ഇത് കയ്യിൽ വെക്കുക. കയ്യിൽ വെച്ചിട്ട് നമ്മൾ അത് യൂസ് ചെയ്യുക. അവർ പെട്ടെന്ന് ഇതിൻ്റെ ആ ഒരു എങ്ങനെയാണ് അതിൻ്റെ രീതികൾ എന്ന് പഠിച്ചെടുക്കും. കളിപ്പാട്ടല്ല, ടോയ്സ് അല്ല. മുതിർന്നവരും ഉപയോഗിക്കും ഇത്. പക്ഷെ കൂടുതൽ വീടുകളിൽ കുട്ടികളുടെ കൺട്രോളിലായിരിക്കും അത്. ഇനിയൊരു റിമോട്ടാണോ? അതെ, റിമോട്ടാണ്. അപ്പോൾ 3 ക്ലൂവേ. മൂന്നാമത്തെ ക്ലൂവിൽ പറ. അപ്പം എൻ്റെ കയ്യിലുള്ള സാധനം ഇതാണ്. ഈ സാധനം ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാ തരം ആൾക്കാരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതൊരു ഫുഡ് ഐറ്റം അല്ല. 2 ക്ലൂ ആയേ. പിന്നെ ഇതിൽ സ്കിന്നിൽ മോയ്സ്ചറൈസറാണോ? മോയ്സ്ചറൈസറായിട്ടും ചിലർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ക്രീമാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ പേര് പറഞ്ഞാൽ മതി. നമ്മൾ സ്കിന്നിലൊക്കെ. സൺസ്ക്രീൻ ആണോ? അല്ല. വാസ്ലിൻ? എത്ര ക്ലൂ തന്നു? നെക്സ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം കാണിക്കും. ആ സാധനത്തെക്കുറിച്ച് 5 ക്ലൂ നമ്മൾ തന്നെ ആദ്യമേ അങ്ങ് പറയും. പക്ഷെ അത് നന്നായിട്ട് മനസ്സിലാവുന്ന ക്ലൂസ് തന്നെ കൊടുക്കണം. അതിനുശേഷം ആ ആള് അതെന്താണെന്ന് പറയാം. അപ്പം നമുക്ക് ആ ഒരു റൗണ്ടിലേക്ക് പോകാം. എൻ്റെ ഒബ്ജക്റ്റ് ഇതാട്ടോ. അപ്പം ഇതൊരു വെജിറ്റബിളാണ്. ഇത് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മസ്റ്റായിട്ട് വേണ്ട സാധനമാണ്. പിന്നെ ഇത് കഴിച്ചാൽ നമുക്ക് നല്ലോണം വിശപ്പൊക്കെ മാറും. പിന്നെ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. പിന്നെ നല്ല കൂളിംഗ് ആയിരിക്കും. കഴിഞ്ഞോ? സാലഡ്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണോ? കുക്കുംബറാണോ? യെസ്, കുക്കുംബർ. എത്ര ക്ലൂ? അപ്പം എൻ്റെ ഒബ്ജക്റ്റ് ഇതാണ്. അപ്പോൾ ഇത് കഴിക്കുന്ന ഒരു സാധനമാണ്. ഇതൊരു ജ്യൂസായിട്ട് നമുക്കിത് കുടിക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് കഴിക്കാം. പിന്നെ ഇത് ഭയങ്കര ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഒരു ഫ്രൂട്ടാണ്. ലെമൺ ആണോ? അല്ല. പിന്നെ ഇത് നമുക്ക് സ്കിന്നിനൊക്കെ ഭയങ്കര നല്ല ഗ്ലോ കിട്ടുന്ന ഒരു സാധനമാണ്. പിന്നെ നമുക്ക് ഇത് ഒരു സീസണൽ ഫ്രൂട്ടാണ്. മാംഗോ? അല്ല. ഓറഞ്ച്? 3 പറഞ്ഞു. ഓറഞ്ച്. അപ്പൊ എങ്ങനെ മാർക്കിടുന്നേടെ? എനിക്കറിയില്ല. എത്ര ക്ലൂ തന്നു? ഞാനാ 5 ക്ലൂ തന്നു. നീ 3 ഉത്തരം പറഞ്ഞു. മാംഗോ, ലെമൺ, ലാസ്റ്റ് ഓറഞ്ച്. അപ്പം എൻ്റെ ഒബ്ജക്റ്റ് ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിനുള്ള ക്ലൂ കൊടുക്കാം. ഇതൊരു ഔഷധമാണ്. അതുപോലെ തന്നെ ഇത് പ്രായം ഒന്നുമില്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്നൊരു ഔഷധമാണ്. കഴിക്കുന്നതാണ്. 3 എണ്ണായേ. 3 ക്ലൂ ആയി. ഇതൊരു ഔഷധമാണ്. പിന്നെ പ്രായം ചെറിയ മക്കൾ മുതൽ മുതിർന്ന ആൾക്കാർക്ക് വരെ കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് 3ാമത്തെ ക്ലൂ എന്തിനു പറഞ്ഞാൽ ആയുർവേദ ഔഷധമാണ്. പിന്നെന്താ, ഇത് ഒരുവിധം എല്ലാ ഷോപ്പിലും കിട്ടുന്നതാണ്. മെഡിസിനാണ്. 3 ക്ലൂ ആയി. 2 ക്ലൂ 5 ക്ലൂ തന്നെയല്ലേ പറഞ്ഞു? 5 ക്ലൂ. അടുത്ത ക്ലൂ ആലോചിക്കാം ഞാൻ. പിന്നെ ഇതൊരു കണ്ടാലൊരു നമുക്ക് ഒരു ഡാർക്ക് കളറായിരിക്കും. ഇതിൻ്റെ ഒരു കളറ് നമ്മൾ വാങ്ങുമ്പോൾ ഡാർക്ക് കളറായിരിക്കും. വാങ്ങുമ്പോൾ നമുക്കിത് കഴിക്കുമ്പോൾ എപ്പോഴും ഇത് ഡാർക്ക് കളറാണ്. ഇതിൻ്റെ കളറ് എന്ന് പറഞ്ഞാൽ ഡാർക്കാണ്. കൺസിസ്റ്റൻസി കുറച്ചൊരു
ഒരു ക്രീമല്ല, അതിനെക്കൊണ്ട് കുറച്ചുകൂടി കട്ടിയുള്ളൊരു, അധികം ലിക്വിഡും അല്ല സോളിഡും അല്ലാത്ത രീതിയിൽ. ഇതിന് വേറെ ഇതൊന്നുമില്ല, നമ്മളത് ജസ്റ്റ് കയ്യിലാക്കുക, കഴിക്കുക, അങ്ങനെയാണ്. 5 എണ്ണമായല്ലോ. വേണേ ഒരു ക്ലൂവും കൂടി ഞാൻ തരാം. ഈ ക്ലൂ വന്നാൽ പറയട്ടെ. ഇതൊരു ചുമക്കൊക്കെയാണ് അധികം കഴിക്കുക. മെഡിസിൻ ആണെന്ന് മനസ്സിലായി. വല്ല ലേഹ്യമായിരിക്കും. എന്ത് ലേഹ്യം? ചുമയുടെ മരുന്നായിരിക്കും. അത് ചുമ, അത് ഞാൻ പറഞ്ഞല്ലോ. അറിയില്ല എന്തുവാ ചുമക്ക് കഴിക്കുന്ന ലേഹ്യം. അതല്ലേ പറഞ്ഞ ചുമയുടെ ലേഹ്യായിരിക്കും. ഞാൻ ലേഹ്യം എന്ന് പറഞ്ഞില്ലേ. ത്രിഗഡുവോ ഞാൻ കേട്ടിട്ട് പോലും ഇല്ല.